നോമ്പുകാലം ആരംഭിച്ചതു മുതൽ ഹൈറേഞ്ചിലെ ആദ്യകാല കുരിശുമലകളിലൊന്നായ പ്രകാശ് ഗ്രാം സെന്റ് തോമസ് മൗണ്ടിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ്. ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന കുരിശുമലയാണ് സെന്റ് തോമസ് മൗണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസികൾ മാത്രമല്ല, അന്യമതസ്ഥരും ഇവിടെ എത്തി ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നതാണ് സെന്റ് തോമസ് മൗണ്ടിനെ വ്യത്യസ്തമാക്കുന്നത്. ആയിരത്തി 1952 ഇവിടെ കുരിശ് സ്ഥാപിക്കുന്നതും വിശ്വാസികളുടെ കേന്ദ്രമായി ഇവിടെ മാറുന്നതും. തേർഡ് ക്യാമ്പ് സെന്റ് ജോസഫ് ചർച്ചിന്റെ കുരിശുമലയായി സെന്റ് തോമസ് മൗണ്ട് മാറുകയായിരുന്നു. നോമ്പുകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ വിവിധ ഇടവകകളിൽ നിന്നുള്ള നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തി പ്രാർത്ഥനകൾ നടത്തി മടങ്ങുന്നത്. സഹ്യാദ്രിയുടെ നെറുകയിൽ പ്രകൃതിരമണീയമായ സ്ഥലത്താണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ കിലോമീറ്ററുകളോളം മലയോരത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാം. ഇതിനോടൊപ്പം പുഷ്പകണ്ഠം, ഇടത്തറമുക്ക്, കാറ്റാടിപ്പാടങ്ങളും രാമക്കൽമേട്, ആമപ്പാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ആകാശ കാഴ്ചയും ആസ്വദിക്കാം. എപ്പോഴും വീശിയടിക്കുന്ന മന്ദമാരുതൻ മല കയറി വരുന്ന മടുപ്പ് അറിയിക്കില്ല. കുടിയേറ്റ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും അതിന്റെ മാറ്റുകുറയാതെ കാത്തുസൂക്ഷിക്കുകയാണ് ദേവാലയവും ദേവാലയത്തിലെ വിശ്വാസികളും. 1958 ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സ്ഥാപിതം നടക്കുന്നത് തന്നെ. അന്നാണ് ഈ വലിയ കുരിശുമൊക്കെ ഇവിടെ സ്ഥാപിക്കുകയും മറ്റുള്ള ഈ പ്രദേശത്തെ മറ്റുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ കുരിശുമല ഇത്ര ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. അത് മുൻകാലങ്ങളിൽ മറ്റുള്ള പരിസരങ്ങളിലെ ഇടവകളിൽ നിന്നെല്ലാം പ്രദക്ഷിണമായി ഇവിടെ എത്തുകയും ദുഃഖവെള്ളിയാഴ്ചകളിൽ അങ്ങനെ കയറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദുഃഖവെള്ളിയാഴ്ച ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ കുരിശുമലയിലേക്ക് എത്തുന്നത്. ദുഃഖവെള്ളിയാഴ്ച നൽകുന്ന നേർച്ചക്കഞ്ഞിയാണ് ഏറ്റവും വിശിഷ്ടമായി വിശ്വാസികൾ കരുതുന്നത്. നേർച്ചക്കഞ്ഞി കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അത് ഈ കുരിശുമലയായിട്ട് ബന്ധപ്പെട്ട ഈ ഇവിടുത്തെ വാർഡുമായിട്ടും മറ്റുള്ള എല്ലാ ആരെയും കൂടെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യം നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. മുണ്ടിയെരുമ ഫെറോനയിലെ മാതൃദീപ്തി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മല കയറി പ്രാർത്ഥനകൾ നടന്നു. ഇടവക വികാരി ഫാദർ മാത്യു പാണ്ഡമനാൽ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികളാണ് മല ചവിട്ടിയ പുണ്യം നുകർന്നത്.